അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആരാണോ അല്ലാഹു നേർമാർഗ്ഗം കാണിച്ചത് അവനാണ് ഹിദായത്തിലായവൻ. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ, ഇനി ആരെയാണോ അല്ലാഹു വഴികേടിലാക്കിയത് അവനെ ഒരാൾക്കും നേർമാർഗത്തിലാക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു. അതിനാൽ സഹോദരങ്ങളെ അള്ളാഹുവോട് എല്ലാ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും നമുക്ക് നിർബന്ധമാക്കിയ കാര്യമാണ് അവനോട് ഹിദായത്തിനെ ചോദിക്കുക എന്നുള്ളത്. നമ്മളിതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചുരുങ്ങിയത് 17 തവണ അള്ളാഹുവോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നേർമാർഗം നീ നമുക്ക് കാട്ടിത്തരണമേ എന്ന് ഓരോ മുഅ്മിനും അള്ളാഹുവോട് ചുരുങ്ങിയത് 17 തവണ ആവർത്തിച്ചു പറയുകയാണ്. ആരെയാണോ അള്ളാഹു നേർമാർഗത്തിലാക്കിയിരിക്കുന്നത് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ, അവൻ അള്ളാഹുവെ സ്തുതിച്ചു കൊള്ളട്ടെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഇത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ആ അനുഗ്രഹം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെക്കാൾ അധപതിച്ച ഒരു വിഗ്രഹത്തിന് മുന്നിലോ അതല്ല എങ്കിൽ ഒരു ശവത്തിന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയില്ല. ആലോചിക്കൂ സഹോദരങ്ങളെ, നമ്മളെ പോലെ ജീവിച്ച് മരിച്ച ചില ഔലിയാക്കൾ എന്ന് വാദിക്കുന്നവർ, അതുപോലെ തന്നെ ചില ബീവിമാരെന്ന് വാദിക്കുന്നവർ, അവർക്ക് മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയില്ല. അൽഹംദുലില്ലാ, നമ്മൾ 5 വക്ത് നിസ്കാരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നു. ഇത് ചെറിയ കാര്യമല്ല, ഇതൊരിക്കലും ചെറിയ കാര്യമല്ല. അതിനാൽ തന്നെ അള്ളാഹുവോട് നന്ദി വാക്കുകൾ നമ്മൾ പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് വർദ്ധിപ്പിക്കണം. കാരണം നാളെ സ്വർഗ്ഗക്കാരുടെ വിശേഷണമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്നത് എന്താണ്? വഖാലുൽ ഹംദുലില്ലാഹ്, വഖാലുൽ ഹംദുലില്ലാഹ്, സ്വർഗ്ഗക്കാർ പറയും അൽഹംദുലില്ലാഹ്. എന്തിനാണത്? അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. ഇതാ അള്ളാഹുവോട് അവർ സ്തുതിവാക്കുകൾ പറയുകയാണ്. എന്തിനാണത്? അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കിയിരുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഹിദായത്തിലാവുകയില്ല എന്ന് സ്വർഗ്ഗക്കാർ നാളെ പറയുമെന്നാണ്.